നമസ്കാരം. ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യത്തിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിലെന്ന് MV ഗോവിന്ദൻ. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മന്ത്രിയെ രക്ഷപ്പെടുത്താനെന്ന് കോൺഗ്രസ്. തന്ത്രിയെ കേസിൽപ്പെടുത്തിയത് നട അടച്ചതിലുള്ള പകപോക്കലെന്നും MV ഗോവിന്ദന്റെ പരാമർശം. നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയെന്നും PA ശ്രീധരൻപിള്ള. തന്ത്രിക്ക് ജാമ്യം നൽകിയ കോടതി ഉത്തരവിൽ അസാധാരണത്വമുണ്ടെന്ന് മന്ത്രി P രാജീവ്. തിരുവനന്തപുരം നെടുമങ്ങാട് പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചതിൽ ഡോക്ടർക്ക് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട്. സിസേറിയം ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായെന്ന് കണ്ടെത്തൽ. ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മറ്റന്നാൾ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും OP ബഹിഷ്കരിക്കാൻ KGMOയെ. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാപ്പിഴവിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ J ഷാഹിദയെയും പ്രതി ചേർക്കും. വണ്ടാനത്തേത് ഒറ്റപ്പെട്ട സംഭവമെന്ന് MV ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം. നേമത്ത് ചുവരെഴുതി BJP പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ്. സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാൻ നാളെ ഇടതുമുന്നണി യോഗം. TVK അധ്യക്ഷൻ വിജയ് കന്നി അംഗത്തിന് വടക്കൻ ചെന്നൈയിലെ പെരമ്പൂരിൽ മത്സരിക്കും. പ്രമേയം പാസാക്കി TVK. രാജ്യത്ത് ഭീകരാക്രമണ പദ്ധതി തകർത്ത് ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘം. 8 ഭീകരർ പിടിയിലായത് ISI ബന്ധമുള്ളവർ. തമിഴ്നാട്ടിൽ നിന്ന് പിടിയിലായ 6 പേർ തിരുപ്പൂരിലെ വസ്ത്രനിർമ്മാണശാലകളിൽ ജോലി ചെയ്തിരുന്ന ബംഗ്ലാദേശികൾ. 2 പേർ പിടിയിലായത് പശ്ചിമ ബംഗാളിൽ നിന്ന്. ജമ്മുകശ്മീർ കിഷ്ത്വാറിൽ ഏറ്റുമുട്ടൽ. 2 ഭീകരരെ വധിച്ച സൈന്യം. അവയവദാനത്തിലൂടെ 4 പേർക്ക് ജീവൻ നൽകിയ ആലിനെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആലിന്റെ മാതാപിതാക്കളുടെ തീരുമാനം വിശ്വമാനവികതയുടെ സന്ദേശമെന്ന് പ്രധാനമന്ത്രി. കേരള കുംഭമേള സനാതന ധർമ്മത്തിന്റെ സാക്ഷാത്കാരമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. T20 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. സഞ്ജുവിന് ഇന്നും അവസരം ലഭിച്ചേക്കില്ല. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ FC പോരാട്ടം ഇന്ന് കൊച്ചിയിൽ. മത്സരങ്ങൾ വൈകിട്ട് 7:30 മുതൽ. വിശദമായി നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റും ജാമ്യവും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ മറ്റൊരു രാഷ്ട്രീയ വിവാദമായി ചൂടുപിടിക്കുകയാണ്. മന്ത്രി ഉൾപ്പെടെയുള്ള CPM പ്രമുഖരെ രക്ഷിക്കാൻ തന്ത്രിയെ കുടുക്കിയെന്ന ആരോപണം സർക്കാരിനെതിരെ പ്രചാരണായുധമാക്കുകയാണ് കോൺഗ്രസും BJPയും. അതേസമയം തന്ത്രിയെ തള്ളിപ്പറയുന്ന CPM SIT അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തപ്പോൾ കാണാത്ത പുകിലാണ് ജാമ്യം കിട്ടിയപ്പോൾ ഉണ്ടാകുന്നത്. പത്മകുമാർ ചൂണ്ടിക്കാട്ടിയ ദൈവതുല്യൻ തന്ത്രിയാണെന്നുറപ്പിച്ച് നിശബ്ദത പാലിച്ചിരുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ പക്ഷേ കൊല്ലം വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ വന്നപ്പോൾ തന്ത്രിക്ക് വേണ്ടി കളത്തിലിറങ്ങി. ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നുവെന്നും എല്ലാം തന്ത്രിയുടെ അറിവോടെയാണെന്നുമുള്ള SIT കണ്ടെത്തൽ കോടതി തള്ളിയതോടെയാണ് തന്ത്രി വിഷയത്തിൽ രാഷ്ട്രീയ പോര് മുറുകിയത്. മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ അറസ്റ്റ് ചെയ്തുവെന്നും പകപോക്കലാണെന്നുമുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ കടുപ്പിക്കുന്നു. അവിടുത്തെ മുഖ്യതന്ത്രി രാജീവരെ അറസ്റ്റ് ചെയ്ത സംഭവം സത്യത്തിൽ ഇന്ന് അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ മുഴുവൻ തകർക്കുന്ന രീതിയിലായിരിക്കുകയാണ്. മതിയായ തെളിവുകളില്ലാതെ അദ്ദേഹത്തെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് തടങ്കിലാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ തന്ത്രിയെ അകത്താക്കിയത് എന്ന് ഞങ്ങളും പറഞ്ഞിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ മുതിരാതെ പ്രത്യേക അന്വേഷണ സംഘം ഒരു തെളിവുമില്ലാതെ ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിൽ കിടത്തുകയും ചെയ്ത സംഭവം തികച്ചും സംശയാസ്പദമാണ്. തന്ത്രിയെ കേസിൽപ്പെടുത്തിയത് നട അടച്ചതിലുള്ള പകപോക്കലെന്നാണ് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള ആരോപിക്കുന്നത്. തന്ത്രി അന്നെടുത്ത ഒരു നിലപാട് കൊണ്ടാണ് ഗവൺമെന്റിന്റെ വലിയൊരു ഗൂഢശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിച്ചത്. അതേസമയം SIT അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് വാദിക്കുന്ന CPM
തന്ത്രിയെ തള്ളിപ്പറയുകയാണ്. തന്ത്രി പെരുങ്കള്ളന്മാരുടെ ഗണത്തിൽപ്പെട്ടയാളാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മൂർച്ചയേറിയ പ്രചാരണ വിഷയമായി ശബരിമല മാറുമ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് മറ്റൊരു വൈകാരിക വിഷയമായി ഉയർത്തുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദറിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് അന്വേഷണ റിപ്പോർട്ട്. സിസേറിയൻ ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായി എന്നാണ് കണ്ടെത്തൽ. നേരത്തെ തീരുമാനമെടുക്കാമായിരുന്നുവെന്നും അന്വേഷണ സമിതി കണ്ടെത്തി. അതേസമയം ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കി KGMOയെ മറ്റന്നാൾ തിരുവനന്തപുരം ജില്ലയിൽ OP ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും. ആറ്റുകാൽ ഡ്യൂട്ടിയും ബഹിഷ്കരിക്കുമെന്ന് സംഘടന അറിയിച്ചു. ചൊവ്വാഴ്ചയാണ് പാലോട് സ്വദേശി നിരഞ്ജന കൃഷ്ണന്റെ കുഞ്ഞ് പ്രസവത്തിനിടെ മരിച്ചത്. ചികിത്സാ പിഴവാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ പരാതിക്കും പ്രതിഷേധത്തിനും ഒടുവിലാണ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തത്. ഡോക്ടർ 10,000 രൂപ കൈക്കൂലി വാങ്ങിയെന്ന് കുഞ്ഞിന്റെ പിതാവ് മൊഴി നൽകുകയും ചെയ്തിരുന്നു. ആശുപത്രി സൂപ്രണ്ടിനെയും ജില്ലാ മെഡിക്കൽ ഓഫീസറെയും ഉപരോധിക്കുന്നതടക്കമുള്ള പ്രതിഷേധം ഒടുവിൽ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. സംഘർഷത്തെ തുടർന്ന് DMOയ്ക്ക് പരിക്കേൽക്കുകയും ICUവിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തപ്പോൾ പ്രതിഷേധവുമായി KGMOയെയും രംഗത്ത് വന്നിരുന്നു. അന്വേഷണത്തിന് മുൻപ് തന്നെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിലും സംഘടന പ്രതിഷേധിച്ചു. ഏറെ വിവാദമുണ്ടാക്കിയ സംഭവത്തിലാണ് ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച എന്ന അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സിസേറിയൻ ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായി എന്നാണ് കണ്ടെത്തൽ. നേരത്തെ തീരുമാനം എടുക്കാമായിരുന്നുവെന്നും അന്വേഷണ സമിതി കണ്ടെത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3-അംഗ സംഘമാണ് വിശദമായി അന്വേഷണം നടത്തിയത്. ഗർഭസ്ഥ ശിശുവിന് വളർച്ചക്കുറവായിരുന്നു എന്ന കാര്യം റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടുന്നുവെങ്കിലും അതീവ ജാഗ്രതയോടെ നേരത്തെ തന്നെ ശസ്ത്രക്രിയ നടത്താമായിരുന്നിട്ടും അതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ഡോക്ടറുടെ സസ്പെൻഷൻ നടപടിയിൽ KGMOയെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. മറ്റന്നാൾ തിരുവനന്തപുരം ജില്ലാ കേന്ദ്രങ്ങളിൽ OP ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും. ആറ്റുകാൽ ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിക്കുമെന്ന് KGMOയെ അറിയിച്ചു. അതേസമയം നെടുമങ്ങാട് ആശുപത്രിയിൽ OP ബഹിഷ്കരണം ഇന്നലെ മുതൽ തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡോക്ടർമാരുടെ സമരത്തിൽ സർക്കാർ നിലപാട് കടുപ്പിക്കുന്നു. സമരത്തിൽ നിന്ന് പിന്മാറിയാൽ ചർച്ചയാകാമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഡോക്ടർമാരുടെ സംഘടനയും വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ഡോക്ടർമാരുടെ സമരം 6-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഡോക്ടർമാരും സർക്കാരും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ചർച്ചയെ തുടർന്ന് PG ഡോക്ടർമാർ സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും സീനിയർ ഡോക്ടർമാർ സമരം തുടരുകയാണ്. ഡയസ്നോൺ കർശനമാക്കിയും സമരത്തിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാരുടെ വിശദാംശങ്ങൾ ശേഖരിച്ചും ആരോഗ്യവകുപ്പ് നടപടികൾ ശക്തമാക്കുകയാണ്. രോഗികളെ ദുരിതത്തിലാക്കുന്ന സമരത്തിൽ നിന്ന് ഡോക്ടർമാർ പിന്മാറണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സമരം നിർത്തുകയാണെങ്കിൽ ചർച്ചയാകാമെന്ന നിലപാടിലാണ് ആരോഗ്യവകുപ്പ്. എന്നാൽ ഡോക്ടർമാരാകട്ടെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാട്ടം നടത്തിയിട്ടും സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നുവെന്നാണ് ആരോപിക്കുന്നത്. KGM-CTA പല ഘട്ടങ്ങളിലായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും പരിഹാരം കാണാൻ സർക്കാർ തയ്യാറായില്ല എന്നാണ് സംഘടനാ ഭാരവാഹികളുടെ ആക്ഷേപം. ശമ്പള കുടിശ്ശിക നൽകുന്നതിന് നിയമതടസ്സം ഇല്ലെന്ന് നിയമോപദേശം ലഭിച്ചിട്ടും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാർ കൂട്ടാക്കുന്നില്ലെന്നും KGM-CTA കുറ്റപ്പെടുത്തുന്നു. അതേസമയം സർക്കാർ ഡോക്ടർമാരും നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ വലയുന്നത് സാധാരണക്കാരായ രോഗികളാണ്. പല ആശുപത്രികളിലും അടിയന്തര ശസ്ത്രക്രിയകൾ ഒഴികെ മറ്റൊന്നും നടക്കുന്നില്ല. സമരം അനന്തമായി നീളുകയാണെങ്കിൽ സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ സംവിധാനം നിശ്ചലമാകുന്ന അവസ്ഥയിലേക്കാവും കാര്യങ്ങൾ എത്തുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയറിനുള്ളിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരോഗ്യമേഖലയിലെ ഒറ്റപ്പെട്ട സംഭവത്തെ പർവ്വതീകരിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. ലക്ഷക്കണക്കിന് ഓപ്പറേഷനുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞതിനൊപ്പമല്ല സർക്കാരെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവം ഈ ഉണ്ടാവാതിരിക്കുന്നതിനുള്ള മുൻകരുതലോടുകൂടി നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും മുന്നോട്ടേക്ക്. പക്ഷേ ഇത് കുറേ കൂടി സെൻസിറ്റീവായിട്ടുള്ള മേഖലയാണ് ആരോഗ്യമേഖല. അപ്പോൾ ആരോഗ്യമേഖല നല്ല ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ അപൂർവമായിട്ടുണ്ടാകുന്നുണ്ട്. അപൂർവമായിട്ടുണ്ടാകുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലോടുകൂടി മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. മന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞത്. ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർ പറഞ്ഞ മാഷ് ശ്രദ്ധപ്പെട്ടിരുന്നു. 5 കൊല്ലം 50 വർഷം കത്രിക ഒന്ന് വയറ്റി കിടന്ന ഒരു കുഴപ്പമില്ല. ആ അഭിപ്രായത്തോട് ഗവൺമെൻറ് യോജിപ്പില്ലല്ലോ. അത് ഗവൺമെൻറ് പ്രത്യേകം പറഞ്ഞല്ലോ, മിനിസ്റ്റർ തന്നെ പറഞ്ഞല്ലോ.
വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ഒറ്റപ്പെട്ട സംഭവമെന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിനെതിരെ KC വേണുഗോപാൽ പിഴവുകൾ ചൂണ്ടിക്കാട്ടുന്നവരെ ശത്രുപക്ഷത്താക്കുന്നു, എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ലെന്ന മനോഭാവമാണ് സർക്കാരിനെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിൻ്റെ കാരണം കണ്ടുപിടിച്ച് കുറ്റക്കാരെ കണ്ടുപിടിച്ച് നടപടിയെടുത്ത് എഫക്റ്റഡായ ആൾക്ക് എല്ലാ ആശ്വാസവും കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം ഈ സംഭവത്തെ ഉയർത്തി കാണിക്കുന്നവരെ മുഴുവൻ ശത്രുപക്ഷത്ത് നിർത്തി അവരെന്തോ ഗൂഢാലോചന നടത്തി കേരളത്തെ അട്ടിമറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, ഇതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും അനുദിനം ഇവർ ഇൻഡയറക്റ്റായിട്ട് ഈ ചെയ്യുന്നവരെ ന്യായീകരിക്കുക ചെയ്യുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് പിന്തുണയുമായി മന്ത്രി സജി ചെറിയാൻ. ഇത്രയും വേട്ടയാടപ്പെടുന്ന മന്ത്രി വേറെയില്ല, സ്ത്രീയാണെന്ന സാമാന്യ പരിഗണന പോലും നൽകുന്നില്ല, വേട്ടയാടലുകളെ പാർട്ടി പ്രതിരോധിക്കുമെന്നും വെറുതെ ചൊറിഞ്ഞുകൊണ്ട് വരരുതെന്നും സജി ചെറിയാന്റെ മുന്നറിയിപ്പ്. മുണ്ടായിസം കാണിച്ച് അതിന് പിന്തുണ കൊടുത്ത് അത് ശരിയാണെന്ന് വാദിക്കുന്ന വാദത്തോട് യോജിക്കാൻ പറ്റും. ഇതൊന്നും കേരളത്തിൽ ഭൂഷണമല്ല. അവരോട് അഭിപ്രായം മൈക്ക് വെച്ച് കിട്ടി അവർ ഇതും പറഞ്ഞു അവിടെ പ്രവർത്തനത്തിൽ വലിയ മോശമാണ് അത് പറഞ്ഞു. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമല്ലേ ഈ കാര്യത്തിൽ അവർക്കൊരു ഇതിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ കൈകാര്യം ചെയ്ത ഫിഷറീസ് വകുപ്പ് എത്ര പേരെ കേരളത്തിൽ കോട്ടവളത്തിൽ വരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജെ ഷാഹിദയെയും ഹെഡ് നേഴ്സ് PS ധന്യയെയും കേസിൽ പ്രതി ചേർക്കും. ഉഷയുടെ ചികിത്സാരേഖകളും അന്വേഷണ സംഘം പരിശോധിച്ചു. അന്വേഷണത്തിന് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ DMOയ്ക്ക് കത്ത് നൽകുവാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം. അന്വേഷണത്തിന്റെ ഭാഗമായി ഉഷ ജോസഫിന്റെ ചികിത്സാരേഖകൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നും ശസ്ത്രക്രിയ നടത്തിയ സംഘത്തിലുണ്ടായിരുന്നത് 9 പേരാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ജെ ഷാഹിദയെയും ഹെഡ് നഴ്സ് PS ധന്യയെയും കേസിൽ പ്രതി ചേർക്കും. അതേസമയം അന്വേഷണ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിന് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ പോലീസ് DMOയ്ക്ക് അപേക്ഷ നൽകും. ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത 7 സെന്റിമീറ്റർ നീളമുള്ള കത്രിക ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കത്രികയുടെ കാലപ്പഴക്കം കണ്ടെത്തുക കേസിൽ നിർണായകമാണ്. നേരത്തെ വകുപ്പ് മേധാവി ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരുന്നത്. ഈ ശസ്ത്രക്രിയയിൽ ഡോക്ടർ ലളിതാംബിക നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പും ആശുപത്രി അധികൃതരും തുടക്കം മുതൽ നൽകുന്ന വിശദീകരണം. ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ, അന്നത്തെ ആശുപത്രി സൂപ്രണ്ട്, പ്രിൻസിപ്പൽ എന്നിവരെ ഒന്നും പ്രതി ചേർക്കാതെ വകുപ്പ് മേധാവിയെ മാത്രം പ്രതിയാക്കിയത് വിചിത്രമായ നടപടിയാണെന്ന് വിമർശനം ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് കേസിൽ കൂടുതൽ പേരെ പോലീസ് പ്രതി ചേർത്തത്. അതേസമയം ഉഷയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. ഉഷ അമൃത ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും LDFന് ജയം. കേരളത്തെ ഞെട്ടിച്ച സാമ്പത്തിക തട്ടിപ്പ് അരങ്ങേറിയ സഹകരണ ബാങ്കിലാണ് LDF വീണ്ടും ഭരണം പിടിച്ചെടുത്തത്. സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തിയതിനു ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് ഏർപ്പെടുത്തിയ 10 വർഷങ്ങൾക്ക് ശേഷമാണ് CPM വീണ്ടും അധികാരത്തിലെത്തുന്നത്. കോൺഗ്രസ് നേരത്തെ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ CPMഉം BJPയും തമ്മിൽ നേരിട്ടായിരുന്നു മത്സരം. 13,000 വോട്ടർമാരുള്ള ബാങ്കിൽ 11 സീറ്റുകളിലേക്കാണ് മത്സരം നടന്നത്. 1800ഓളം വോട്ടുകൾക്കാണ് CPM വിജയിച്ചു കയറിയത്. നേരത്തെ 2 സീറ്റുകളിലേക്ക് CPM എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കരുവന്നൂർ PK ചാത്തൻ മാസ്റ്റർ മെമ്മോറിയൽ സ്കൂളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 3 വരെയായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. കാലങ്ങളായി CPM ഭരിച്ചിരുന്ന ബാങ്കിൽ സഹകരണ വകുപ്പ്, ക്രൈംബ്രാഞ്ച്, CBI അന്വേഷണങ്ങളിൽ കോടികളുടെ തട്ടിപ്പ് കണ്ടെത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ 2020 മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് സമിതിയുടെ നിയന്ത്രണം ഏർപ്പെടുത്തി. അമൃത ന്യൂസ്, തൃശൂർ. TVK അധ്യക്ഷൻ വിജയ് വടക്കൻ ചെന്നൈയിലെ പെരംപൂരിൽ നിന്ന് മത്സരിക്കും. ചെന്നൈയിൽ നടന്ന TVK ഭാരവാഹികളുടെ യോഗത്തിലാണ് തീരുമാനം. വേളച്ചേരിയോ ത്രിച്ചി ഈസ്റ്റോ വിജയ് തിരഞ്ഞെടുക്കുമെന്നായിരുന്നു നേരത്തെയുള്ള സൂചനകൾ. എന്നാൽ പെരംപൂരിൽ ശക്തമായ സംഘടനാ സംവിധാനമുണ്ട് എന്ന നിഗമനങ്ങൾക്കൊടുവിലാണ് തീരുമാനം. പെരംപൂർ മണ്ഡലത്തിൽ മാത്രം പാർട്ടിക്ക് 1810 ഭാരവാഹികളും 40,000 അംഗങ്ങളുമുണ്ട്. നോർത്ത് ചെന്നൈ മേഖലയിൽ പാർട്ടിക്കുള്ള വേരോട്ടം വോട്ടായി മാറുമെന്നാണ് വിലയിരുത്തൽ. 2021 54,976 വോട്ടിന് DMK ജയിച്ച മണ്ഡലമാണ് പെരംപൂർ. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് BJP. നേമമണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പ്രചാരണത്തിന് തുടക്കമിട്ടത്. ചുവരിൽ സ്വയം നമുക്ക് വേണം വികസിത നിയമം എന്നെഴുതിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത്.
സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുന്നതിന് മുൻപ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബി.ജെ.പി. പ്രവർത്തകർക്കും ആവേശമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ചുവരെഴുതിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചു. നമുക്ക് വേണം വികസിത നിയമം എന്ന ചുവരിലെഴുതി അദ്ദേഹം പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടു. എന്നാൽ സ്ഥാനാർത്ഥിയുടെ പേര് എഴുതിയിട്ടില്ല. നിയമത്തിന്റെ മാറ്റത്തിന്റെ തുടക്കമാണിതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിയമത്ത് മത്സരിക്കാനാണ് ആഗ്രഹം. പാർട്ടി ദേശീയ ഘടകം അത് തീരുമാനിക്കട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ നിലപാട് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പി. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നത്. മറ്റു 3 മുന്നണികൾക്ക് ഒരു മുഴം മുമ്പേ തന്നെ NDA തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകൾ LDF സംസ്ഥാന കമ്മിറ്റി ചേർന്ന് തീരുമാനിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. എല്ലാ മേഖലയിലും പുതുതലമുറ വരണമെന്ന ആവശ്യമുയരുന്നുണ്ട്. NCPയിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകാൻ ആര് മാറി നിൽക്കണമെന്നത് ചർച്ചയിലൂടെ തീരുമാനിക്കുമെന്നും മന്ത്രി കാസർഗോഡ് പറഞ്ഞു. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം, ഭരണപക്ഷം എന്നിങ്ങനെ വേർതിരിവ് ആവശ്യമില്ലെന്നും വനമന്ത്രി വ്യക്തമാക്കി. NCPയുടെ എന്നല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചകൾ 23-ാം തീയതി ചേരുന്ന LDFൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ് അതിൻ്റെ ടൈം ടേബിൾ നിശ്ചയിക്കുക. അതിനനുസരിച്ചായിരിക്കും NCPയും പാർട്ടി കമ്മിറ്റികൾ യോഗം ചേർന്നു. നമുക്ക് വിഭജിക്കാനില്ലല്ലോ. ഞങ്ങൾക്ക് കിട്ടിയ സീറ്റിനെ കുറിച്ചും അതിൻ്റെ സാധ്യം അവിടെ എന്താ ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ അപ്പോഴാണ് ആലോചിക്കുക. NCPക്ക് മാത്രമല്ല, എല്ലാ മേഖലയിലും പുതുതലമുറ വരണമെന്നത് ഒരു പൊതു ആവശ്യമായി വന്നിട്ടുണ്ട്. അത് പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തേക്കില്ലെന്ന് വ്യക്തമാക്കി മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള BJPയുടെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുമെന്നും ശ്രീധരൻപിള്ള കോഴിക്കോട് പറഞ്ഞു. അല്ലല്ല, എൻ്റെ തെരഞ്ഞെടുപ്പ് ഞാൻ എൻ്റേതായ വഴികളുണ്ട്. ഞാൻ അതിന് ഒന്നും, എന്നെ സംബന്ധിച്ച് പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ ഞാനുണ്ടാവും. അവയവദാനത്തിലൂടെ 4 പേർക്ക് ജീവൻ നൽകിയ ആലിനെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആലിന്റെ മാതാപിതാക്കളെടുത്ത തീരുമാനം വിശ്വമാനവികതയുടെ സന്ദേശമാണെന്ന് മോദി. തിരുനാവായിൽ നടന്ന കേരള കുംഭമേളയും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രകീർത്തിച്ചു. അവയവദാനത്തിലൂടെ 4 പേർക്ക് ജീവൻ നൽകിയ ആലിൻ ഏറെക്കാലം ജീവിച്ചിരിക്കേണ്ട കുഞ്ഞായിരുന്നുവെന്നും നിരവധി സ്വപ്നങ്ങൾ ബാക്കിവെച്ചാണ് ആലിൻ പോയതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് രക്ഷിതാക്കൾക്ക് തീരാവേദനയാണ്. ആ വേദനയ്ക്കിടയിലും കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള രക്ഷിതാക്കളുടെ വലിയ തീരുമാനത്തെയും മോദി പ്രകീർത്തിച്ചു. മഹനീയമായ ചിന്തയുടെയും ഉറച്ച വ്യക്തിത്വത്തിന്റെയും പ്രതീകമാണ് അവരുടെ തീരുമാനത്തിൽ പ്രതിഫലിച്ചത്. സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനാണ് ആ രക്ഷിതാക്കൾ മുന്നോട്ട് വന്നത്. ആ രക്ഷിതാക്കളെ ആദരവോടെ നമിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അവയവദാനത്തിൽ ഇന്ത്യ മുന്നിലാണെന്നും മോദി ചൂണ്ടിക്കാട്ടി. അവയവദാനം മഹത് കൃത്യമാണ്. അവയവദാനത്തെ എന്നും പ്രോത്സാഹിപ്പിക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു. കേരള की एक नन्ही मासूम आलिन शेरिन अब्राहम को खो दिया है. महज 10 महीनों में वो इस दुनिया से चली गई. कल्पना कीजिए, उसके सामने पूरी जिंदगी थी जो अचानक खत्म हो गई. തിരുനാവായിൽ നടന്ന കേരള കുംഭമേളയെയും പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. കുംഭമേള സനാതനധർമ്മത്തിന്റെ സാക്ഷാത്കാരമാണെന്നാണ് മോദി പറഞ്ഞത്. കുംഭമേളയുടെ കീർത്തി ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്കും എത്തുന്നു. തിരുനാവായയിലെ കുംഭമേളയിൽ നിരവധി പേർ പങ്കാളികളായത് അവിസ്മരണീയ മുഹൂർത്തമായി മാറി. എല്ലാ അർത്ഥത്തിലും വികാരം ഉൾക്കൊണ്ടുള്ള ആചാരത്തിന് ഭാരതപ്പുഴ സാക്ഷിയായി. നല്ല സംഘാടനമായിരുന്നു കുംഭമേളയുടേതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. AI സമ്മേളനത്തിനിടെ ഉണ്ടായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടി അലങ്കോലമാക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്നും വൃത്തികെട്ട രാഷ്ട്രീയമാണ് കോൺഗ്രസ് നടത്തിയതെന്നും മോദി പറഞ്ഞു. ലോക നേതാക്കൾക്ക് മുന്നിൽ ഷർട്ട് ഊരിക്കൊണ്ട് ഇന്ത്യയെ കോൺഗ്രസ് നാണം കെടുത്തി. ലോകം അംഗീകരിച്ച പരിപാടിയെ കോൺഗ്രസ് ഇകഴ്ത്തിയെന്നും മോദി വിമർശിച്ചു. ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് രാജ്യത്തിന്റെ വിജയം അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. गर्व से भर गया, लेकिन कांग्रेस और इसके इकोसिस्टम ने क्या किया? साथियों, कांग्रेस ने भारत के एक वैश्विक आयोजन को अपनी गंदी और नंगी
राजनीति का अखाड़ा बना दिया। समारोह स्थल पर विदेशी अतिथियों के सामने कांग्रेस के नेता कपड़े उतारकर पहुंच गए। मैं कांग्रेस वालों को पूछता हूं, देश तो जानता है आप पहले से ही नंगे हो। AI കോൺക്ലേവ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ പ്രതികരണവുമായി KC വേണുഗോപാൽ. പണ്ട് കോമൺവെൽത്ത് വേദിയിലുണ്ടായതും രാജ്യത്തെ അപമാനിക്കലല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. രാജ്യത്തെ അമേരിക്കയ്ക്ക് അടിയറവ് വെച്ചു. ഭീകരവാദികളെ പോലെയാണ് കുട്ടികളോട് പെരുമാറുന്നത്. കുട്ടികളെ ജയിലിലടച്ച് ഭക്ഷണമൊന്നും നൽകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അത് ഇവിടെ മാത്രമല്ല, ലോകവേദികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 20 കൊല്ലം മുമ്പ് എടുത്താലും കോമൺവെൽത്ത് വേദിയിലുണ്ടാകുന്നതായിട്ട് അത് ഇൻ്റർനാഷണൽ ഇവൻ്റ് അല്ലായിരുന്നോ കോമൺവെൽത്ത് വേദി? അന്ന് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയായിരുന്നു? ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ രാജ്യത്തിന് സറണ്ടർ ചെയ്തിരിക്കുകയാണ് അമേരിക്ക മുമ്പിൽ. നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ? അത് ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരെയും ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലേ അത്, ഇൻഡോ US കരാർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കൃഷിക്കാരൻ ടെക്സ്റ്റൈൽ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എത്ര നെഗറ്റീവായി ബാധിക്കും. ഡാറ്റ, ഇപ്പം നമ്മൾ പറയുന്ന ഡാറ്റ തന്നെ, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായ ഡാറ്റ തന്നെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പം ഇന്നലെ എന്താ സ്ഥിതി? സുപ്രീം കോടതി, അമേരിക്കൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് ട്രംപിന് അധികാരമില്ല, ക്യാൻസൽ ചെയ്തു. ജമ്മുകശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 ഭീകരരെ സുരക്ഷാസേന വധിച്ചതായി അധികൃതർ അറിയിച്ചു. സൈന്യം, പോലീസ്, CRPF എന്നിവർക്ക് ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഓപ്പറേഷൻ ത്രാഷി എന്ന പേരിൽ സംയുക്ത ഓപ്പറേഷൻ നടത്തിയത്. തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് സൈന്യം ഭീകരകേന്ദ്രം നിയന്ത്രണത്തിലാക്കിയത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജമ്മു മേഖലയിൽ ഭീകരപ്രവർത്തനങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സുരക്ഷാസേന അതീവ ജാഗ്രതയിലായിരുന്നു. 2 മാസത്തിനിടെ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ പ്രദേശത്ത് 6ഓളം ഏറ്റുമുട്ടലുകളാണ് നടത്തിയിട്ടുള്ളത്. രാജ്യത്തെ ഭീകരാക്രമണ പദ്ധതി തകർത്ത് ഡൽഹി പോലീസ്. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലുമായി നടത്തിയ രഹസ്യ നീക്കത്തിൽ ISI ബന്ധമുള്ള 8 ഭീകരർ അറസ്റ്റിലായി. തമിഴ്നാട്ടിലെ തിരുപ്പൂർ വസ്ത്രനിർമ്മാണശാലകളിലെ തൊഴിലാളികൾ എന്ന വ്യാജേന ഒളിച്ചു താമസിക്കുകയായിരുന്നു 6 പേർ. ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഭീകരാക്രമണ സാധ്യതയെന്ന രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ടിന് പിന്നാലെയാണ് രാജ്യത്തെങ്ങും നിരീക്ഷണം ശക്തമാക്കിയത്. ഡൽഹി മെട്രോ സ്റ്റേഷൻ മേഖലയിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് രാജ്യത്തെ ഞെട്ടിച്ച ഭീകര ശൃംഖലയെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്നത്. കശ്മീരിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു പോസ്റ്ററുകൾ. തുടർന്ന് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തിയ തിരച്ചിലിലാണ് ഭീകരർ അറസ്റ്റിലായത്. 6 പേർ തമിഴ്നാട്ടിൽ നിന്നും 2 പേർ ബംഗാളിൽ നിന്നുമാണ് പിടിയിലായത്. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ വസ്ത്രനിർമ്മാണശാലകളിൽ സാധാരണ തൊഴിലാളികളെന്ന വ്യാജേന ഒളിച്ചു താമസിക്കുകയായിരുന്നു 6 പേർ. ഇവരിൽ പലരും ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് പോലീസ് കണ്ടെത്തി. വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ച ഇവർ തമിഴ്നാട്ടിൽ സുരക്ഷിത താവളമൊരുക്കിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ നിന്ന് 16 സിം കാർഡുകളും 8 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. വിദേശ ഹാൻഡ്ലർമാരുടെ നിർദ്ദേശപ്രകാരം രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതിയെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു. നുഴഞ്ഞുകയറ്റക്കാർക്ക് വ്യാജരേഖകൾ ചമയ്ക്കാൻ പ്രാദേശിക തലത്തിൽ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തൊണ്ടി മുതൽ കേസിൽ ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ശിക്ഷാവിധി സ്റ്റേ ചെയ്യണമെന്നും അപ്പീലിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശിക്ഷാവിധിക്കെതിരെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ അപ്പീൽ തള്ളിയതോടെയാണ് ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചത്. ശിക്ഷയും കുറ്റവിധിയും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു നേരത്തെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. ഈ അപേക്ഷ കോടതി തള്ളിയതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വസ്തുതകളും നിയമവും പരിഗണിച്ചില്ലെന്നും രേഖകളുടെ വിലയിരുത്തൽ തെറ്റായിരുന്നുവെന്നും അപ്പീലിൽ പറയുന്നു. നിലവിൽ സിറ്റിംഗ് MLA ആയിരിക്കെ ശിക്ഷ സ്റ്റേ ചെയ്താലും കുറ്റവിധി തന്നെ സ്റ്റേ ചെയ്തില്ലെങ്കിൽ അയോഗ്യത ഒഴിവാക്കാനാകില്ലെന്നാണ് അപ്പീലിലെ വാദം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശവും ഇതോടെ നഷ്ടമാകുമെന്നും അപ്പീലിൽ പറയുന്നു. ജൂനിയർ അഭിഭാഷകനായിരുന്ന കാലത്ത് മയക്കുമരുന്ന് കേസിൽ വിദേശ പൗരനെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്നായിരുന്നു ആന്റണി രാജുവിനെതിരായ കുറ്റം. കേസിൽ ജനുവരി 3-നായിരുന്നു ആന്റണി രാജുവിന് കോടതി ശിക്ഷ വിധിച്ചത്. 3 വർഷം തടവും 10,000 രൂപ പിഴയുമായിരുന്നു ശിക്ഷ. ജുഡീഷ്യറിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ടവരാണ് കുറ്റം ചെയ്തത്. പ്രതികളുടെ പ്രവൃത്തി കേവലമൊരു ക്രമക്കേടല്ല, നീതിയുടെ ഗതിയെ ബോധപൂർവം തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് കോടതി വിധിപ്പകർപ്പിൽ പറഞ്ഞത്.
നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടന്നതെന്നും അന്ന് നീതിന്യായ വ്യവസ്ഥയുടെ പരാജയം ഉണ്ടായെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ആലപ്പുഴ തൃക്കുന്നപ്പുഴ വലിയകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. തോക്ക് ചൂണ്ടി ഭീഷണി മുഴക്കിയായിരുന്നു ഗുണ്ടാ സംഘങ്ങളുടെ ക്ഷേത്ര പരിസരത്തെ ആക്രമണം. ഇന്ന് പുലർച്ചെ ഉണ്ടായ സംഘർഷത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റു. പല്ലന പുളിക്കീഴ് പ്രദേശത്തെ ഗുണ്ടാ സംഘങ്ങളാണ് ഇന്ന് പുലർച്ചെ 2:30 വലിയകുളങ്ങര ക്ഷേത്ര ഉത്സവത്തിനിടയിൽ പരസ്പരം ഏറ്റുമുട്ടിയത്. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഉണ്ടായ തർക്കമാണ് വലിയ തോതിലുള്ള ആക്രമണത്തിൽ കലാശിച്ചത്. തൃക്കുന്നപ്പുഴ സ്വദേശിയായ വിഷ്ണു എന്നയാളാണ് എതിർ സംഘത്തിന് നേരെ തോക്ക് ചൂണ്ടി ഭീഷണി മുഴക്കിയത്. ഇതോടെ പ്രകോപിതരായ രണ്ടാമത്തെ സംഘം പട്ടിക ഉപയോഗിച്ച് വിഷ്ണുവിനെ തലക്കഴിച്ചു വീഴ്ത്തി. തുടർന്ന് ഇരു വിഭാഗങ്ങളും തമ്മിൽ തെരുവിൽ കൂട്ടത്തല്ലുണ്ടാവുകയായിരുന്നു. അക്രമത്തിൽ പരിക്കേറ്റവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്ന റിവോൾവർ പിടിച്ചെടുത്തു. മുൻപും ഇവർ സമാനമായ രീതിയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നും BJP പ്രവർത്തകർ ഉൾപ്പെടുന്ന ഇരു സംഘങ്ങളെയും നേതൃത്വം ഇടപെട്ട് സമവായത്തിലെത്തിക്കുകയുമാണ് ചെയ്യുന്നത് എന്നും പോലീസ് പറയുന്നു. സംഘർഷത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. ക്ഷേത്രോത്സവങ്ങളിൽ ഇനി ആന ഇടയുമെന്ന പേടി വേണ്ട. കെട്ടിലും മട്ടിലും ആകാരഭംഗിയിലും ജീവനുള്ള ഗജവീരന്മാരോട് കിടപിടിക്കുന്ന ഒറിജിനലിനെ വെല്ലുന്ന റോബോട്ടിക് ആനകളെ അവതരിപ്പിച്ചിരിക്കുകയാണ് വോയിസസ് ഫോർ ഏഷ്യൻ എലിഫന്റ്സ് എന്ന സംഘടന. ആലപ്പുഴ ജില്ലയിൽ 2 ക്ഷേത്രങ്ങളാണ് ഇവർ റോബോട്ടിക് ആനകളെ സമർപ്പിച്ചത്. ഇടയില്ല, മതമിളകില്ല, അടുത്തേക്ക് ചെല്ലാൻ ഭയന്ന് ഭീതിയോടെ മാറി നിൽക്കേണ്ടതുമില്ല. ക്ഷേത്രോത്സവങ്ങളിൽ ഇനി ശാന്തത കൈവിടാതെ മെരുക്കത്തോടെ ഈ ആനകൾ തിടം പേറ്റി നിൽക്കും. ഇവരാണ് ആ ഗജവീരന്മാർ. നീലംകുളങ്ങര വിഷ്ണുദാസനും ഓങ്കാരേശ്വരം രാമസേനാപതിയും. പേരിലും മാതംഗഭംഗിയിലും ഒരു പിടി മുന്നിൽ നിൽക്കുമെങ്കിലും ജീവനില്ലാത്ത റോബോട്ടിക് ഗജവീരന്മാരാണിവർ. വോയിസ് ഫോർ ഏഷ്യൻ എലിഫന്റ്സ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ജില്ലയിൽ ആദ്യമായി ജീവനുള്ള ആനകൾക്ക് പകരം അത്യാധുനികമായ ഈ ബദൽ സംവിധാനം ഏർപ്പെടുത്തിയത്. പാണാവള്ളി നീലംകുളങ്ങര ശ്രീനാരായണ വിലാസം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കും ചേർത്തല ഓങ്കാരേശ്വരം ശ്രീരാമസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കുമാണ് റോബോട്ടിക് ആനകളെ കൈമാറിയത്. ഫൈബറും റബ്ബറും ഉപയോഗിച്ചാണ് അവയുടെ നിർമ്മാണം. 10 അടി ഉയരവും 500 കിലോ ഭാരവുമുള്ള ഈ റോബോട്ടിക് ആനകളുടെ കണ്ണുകൾ, ചെവികൾ, തുമ്പിക്കൈ, വാൽ എന്നിവ ചലിക്കുന്നവയാണ്. എഴുന്നള്ളത്ത സമയത്ത് 4 പേർക്ക് വരെ ഇവയുടെ പുറത്തു കയറാൻ സാധിക്കും. പൂർണ്ണമായ ആചാരങ്ങളോടെയാണ് ക്ഷേത്രസമിതികൾ ഈ കരിവീരന്മാരെ ഏറ്റുവാങ്ങിയത്. അങ്ങനെ ആചാരങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആനപ്രേമികളുടെ മനസ്സിലും ആഹ്ലാദത്തിൻ്റെ ചിഹ്നം വിളി മുഴക്കുകയാണ് ഈ റോബോട്ടിക് ഗജകേസരികൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിലുള്ള അമൃതശ്രീ സ്വാശ്രയ സംഘങ്ങളിലെ വനിതകൾക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ 4 ഇടങ്ങളിലായാണ് വസ്ത്രവിതരണം സംഘടിപ്പിച്ചത്. ചിറയൻകീഴ് താമരക്കുളം മാതാ അമൃതാനന്ദമയി ആശ്രമം, കഴക്കൂട്ടം ചന്തവിള, പാച്ചല്ലൂർ കയർ സഹകരണ സംഘം ഹാൾ, പൂന്തറം ശ്രീ ശാസ്താക്ഷേത്രം ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായി 3000ഓളം അമൃതശ്രീ അംഗങ്ങൾക്കാണ് സാരി വിതരണം ചെയ്തത്. മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരിയും മഠത്തിലെ ബ്രഹ്മചാരിണിമാരും വസ്ത്രവിതരണത്തിന് നേതൃത്വം നൽകി. ഇങ്ങനെ ഒരു അമ്മക്ക് ഈ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല അമ്മ. ഇനി ഉണ്ടാവുകയും വേണ്ട. എൻ്റെ അമ്മയെ ഞാൻ ഉയരോട് അമ്മച്ചിയുടെ അരിയെ വന്ന് ഞാൻ അനുഗ്രഹം അയച്ച മോളാണ് ഞാൻ. കേട്ടമ്മ, എല്ലാവർക്കും എല്ലാം വന്നവർക്കൊക്കെ ആശീർവാദവും അനുഗ്രഹവും കൊടുത്ത് രക്ഷിക്കണേ അമ്മച്ചി. അമ്മച്ചി രക്ഷിക്കണം അമ്മ. എന്നെ നമുക്കറിയാം, എനിക്ക് അനുഭവം കിട്ടിയോണ്ട് ഞാൻ പറയണം. ഞങ്ങൾക്ക് അമ്മയെ കൊണ്ടുവെക്കണ സഹായമൊക്കെ ഞങ്ങൾക്ക് തരുകയും സഹകരിക്കുകയൊക്കെ ചെയ്യാണ്. ആശുപത്രി കേസിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചെയ്യും. പിന്നെ ഡ്രസ്സ്, പിന്നെ വർഷത്തിലൊരു 1500 രൂപ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 10 വർഷമായിട്ട് മുടങ്ങാതെ അമ്മ നമുക്ക് പിന്നെ സാമ്പത്തിക സഹായം തരുന്നുണ്ട്, ഭക്ഷ്യക്കിറ്റ് തരുന്നുണ്ട്, പിന്നെ വസ്ത്രദാനം തരുന്നുണ്ട്, പിന്നെ ആരോഗ്യപരമായിട്ടുള്ള പിന്നെ ഹോസ്പിറ്റൽ സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ഇതെല്ലാം തരുന്നത് കൂടാതെ
അമ്മയിൽ നിന്ന് നമുക്ക് ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല മനഃശാന്തിയും അതാണ് മെയിനായിട്ടുള്ളത്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ അമൃതശ്രീയിൽ 15,000-ഓളം സംഘങ്ങളും 2.5 ലക്ഷത്തിലധികം അംഗങ്ങളുമുണ്ട്. എല്ലാ സംഘങ്ങൾക്കും പ്രവർത്തന മൂലധനവും വസ്ത്രവും മഠം നൽകി വരുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലം അഞ്ചലിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഭാര്യ മോഷണക്കേസ് റിമാൻഡിൽ കഴിഞ്ഞു വരുന്നതിന്റെ മനോവിഷമത്തിലാണ് യുവാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. അഞ്ചൽ പടിഞ്ഞാറ്റിൻകര റഫീഖ് മനസ്സിൽ റഫീഖാണ് ഇന്ന് ഉച്ചയോടെ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. 2 വർഷങ്ങൾക്ക് മുന്നേ സമാനമായ രീതിയിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുള്ള ആളാണ് റഫീഖ്. 50% പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. വേനൽ കനത്തതോടെ പെരിയാറിൽ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു. ഇതോടെ പെരിയാറിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന നിരവധി കുടിവെള്ള പദ്ധതികളും പ്രതിസന്ധിയിലായി. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമെന്നാണ് ആശങ്ക. എനിക്ക് പിന്നിൽ കാണുന്നത് പാറക്കെട്ടല്ല, 1 മാസം മുമ്പ് വരെ സമൃദ്ധമായി ഒഴുകിയിരുന്ന പെരിയാറാണ്. വരാൻ പോകുന്ന വേനലിന്റെ കാഠിന്യം വ്യക്തമാക്കുന്നതാണ് പെരിയാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇടുക്കിയുടെ പ്രധാന ജലസ്രോതസ്സാണ് പെരിയാർ. കൃഷിക്കും കുടിവെള്ളത്തിനുമെല്ലാം ആശ്രയിക്കുന്നത് പെരിയാറിനെ. മുൻപ് ഏത് കനത്ത വേനലിലും നദി വറ്റി വരളുമായിരുന്നില്ല. എന്നാൽ ഇന്ന് അവസ്ഥ മാറി. വേനലിന്റെ തുടക്കത്തിൽ തന്നെ നീരൊഴുക്ക് നിലച്ചു. ചില കുഴികളിൽ മാത്രമാണ് വെള്ളം അവശേഷിക്കുന്നത്. ഇടുക്കി, കോട്ടയം ജില്ലകളിലായി പെരിയാറിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത് 50ഓളം കുടിവെള്ള പദ്ധതികൾ. ഇവയെല്ലാം പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ വേനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഫെബ്രുവരിയായി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസം വരെ എന്ന് പറയുന്നത് അതിരൂക്ഷമായ വേനലാണ്. ഈ സമയത്ത് നമ്മുടെ ഈ പെരിയാറിൻ്റെ തീരത്ത് തന്നെ ഒട്ടനവധിയായ കുടിവെള്ള സ്രോതസ്സുകളുണ്ട്. അത് മുഴുവൻ വറ്റി വരണ്ട് അതിനെ മാത്രം ആശ്രയിക്കുന്ന അവസ്ഥയാണ്. ഞങ്ങളുടെ വീടിന് സമീപം തന്നെ ദിനം പ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് വന്ന് വെള്ളം സംഭരിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ പോകാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ വെള്ളവും ഈ പെരിയാറിലെ ജലം ഒഴുക്കുകൂടെ നിന്നു കഴിഞ്ഞാൽ അതും നിശ്ചലമാകുന്ന ഒരവസ്ഥയുണ്ട്. പതിവ് തെറ്റിയുള്ള വേനൽ ചൂടാണ് പെരിയാർ ശോഷിക്കാൻ പ്രധാന കാരണം. അതിരുവിട്ട ജലചൂഷണവും മലിനീകരണവും തീരങ്ങളുടെ കയ്യേറ്റവുമെല്ലാം തിരിച്ചടിയായി. മുൻപ് ഏത് വേനലിലും സമൃദ്ധമായി ഒഴുകിയിരുന്ന പെരിയാർ ഇന്ന് ഓർമ്മകളിൽ മാത്രം. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഊർന്നിറങ്ങുന്ന ഉറവച്ചാലുകളാണ് പെരിയാറിനെ പേരിനെങ്കിലും നിലനിർത്തുന്നത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. സീസണിലെ ആദ്യ ഹോം മത്സരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. മുംബൈ സിറ്റിയുമായാണ് മത്സരം. വൈകിട്ട് 7:30 മത്സരം നടക്കുക. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, എന്തായാലും താൽക്കാലിക പ്രതിസന്ധിയൊക്കെ മാറി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശ്വാസമാണ്. 7:30 മത്സരം ആരംഭിക്കുക. എത്രത്തോളം ആവേശത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ, പ്രത്യേകിച്ച് ഹോം മത്സരത്തിനായി ഇറങ്ങുമ്പോൾ? അമ്പിളി, ഏതായാലും ആദ്യ ഹോം മത്സരത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് പിന്തുണ വലിയ രീതിയിൽ തന്നെ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ സീസണുകളിലൊക്കെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ പിന്തുണ ലഭിച്ചിട്ടുള്ള ഗ്രൗണ്ടാണ്, ഹോം ഗ്രൗണ്ടാണ്. കൊച്ചിയിൽ നിന്ന് വലിയ പിന്തുണകൾ തന്നെ ലഭിച്ചിരുന്നു. ഏതായാലും മുംബൈ സിറ്റിക്കെതിരായിട്ടാണ് ഏതായാലും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് മത്സരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്, അതായത് കഴിഞ്ഞ മത്സരം ഈ സീസണിലെ ആദ്യ മത്സരമായിരുന്നു, അതിലൊരു തിരിച്ചടി നേരിട്ടു എങ്കിൽ പോലും ഈ മത്സരത്തിൽ വലിയൊരു തിരിച്ചുവരവ് നടത്താനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാനുമായി തോറ്റെങ്കിൽ പോലും ഈ മത്സരത്തിൽ ഈ മുംബൈ സിറ്റിയെ തോൽപ്പിച്ചുകൊണ്ട് തിരിച്ച് വലിയൊരു വിജയം നേടിക്കൊണ്ട് തന്നെ ഈ സീസണിലേക്ക് ഒരു വലിയൊരു തുടക്കം കുറിക്കാനായിട്ട് കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇന്ന് ഇപ്പോൾ ഈ സ്റ്റേഡിയത്തിലേക്ക്, കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ പറഞ്ഞപ്പോൾ, അതായത് നേരത്തെ ആരാധകരൊക്കെ അവരോട് നമ്മൾ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ചില ആളുകൾ ചില ആശങ്കകൾ അറിയിച്ചിരുന്നു. അത് കഴിഞ്ഞ തവണത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണുകളിലേക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും വലിയൊരു ആരാധകരുടെ ഒരു ഒഴുക്ക് ഇത്തവണ കാണുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പോലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. ഈ സീസണിലെ ഈ ടിക്കറ്റുകളൊക്കെ എല്ലാം തന്നെ വിറ്റുപോയതായിട്ട് നേരത്തെ തന്നെ സംഘാടകർ അറിയിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ്, വലിയ പ്രതീക്ഷയുണ്ടോ ഇത്തവണത്തെ കളി? അത്യാവശ്യം നല്ല പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണ തോറ്റിരുന്നത് കാണാറില്ല കേട്ടോ, കാണാറില്ല. പിന്നെ തെറ്റി. അപ്പൊ ഈ ISL കാണാത്ത ആളോട് തന്നെ ചോദിക്കാൻ, എന്താ? ഞാൻ കാണാറുണ്ട്, ഇപ്പം കാണാറില്ല. ഞാൻ പ്രീമിയർ ലീഗ് അതൊക്കെ കാണാറ്. ഏതായാലും അങ്ങനെയുള്ളൂ, അല്ലാതെ വലിയ ISL പ്രേമിയൊന്നും അല്ല. ഫുട്ബോൾ ഫാനായിട്ട് വന്നു, അത്രേ ഉള്ളൂ.
എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ച പോലെ സ്ഥിരമായിട്ട് ISL കാണാറില്ല, എന്നിരുന്നാൽ പോലും ഫുട്ബോൾ ഫാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കളി കാണാൻ എത്തിയിട്ടുണ്ട്. ഏതായാലും വലിയൊരു തിരക്ക്, അതായത് കഴിഞ്ഞ തവണത്തേക്ക് ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞാലുള്ള ഒരു കുത്തൊഴുക്ക് ഇത്തവണ ഇല്ല. എന്നിൽ പോലും വലിയ രീതിയിൽ തന്നെ ആരാധകർ ഇങ്ങോട്ടെത്തുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 7:30ക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. ഹോം ഗ്രൗണ്ടിൽ നിന്ന് വലിയൊരു ആരാധകരുടെ പിന്തുണ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ആരാധകരെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത്. അമ്പിളി, ശരി. ഈ സീസണിലെ ആദ്യ ഹോം മത്സരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. മുംബൈ സിറ്റിയുമായാണ് മത്സരം. വൈകിട്ട് 7:30ക്കാണ് മത്സരം ആരംഭിക്കുക. കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം തന്നെ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ നിന്നും കിരൺ കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. T20 ലോകകപ്പിലെ സൂപ്പർ 8 പോരാട്ടത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഗ്രൂപ്പ് ഘട്ടത്തിൽ അമേരിക്ക, നമീബിയ, പാകിസ്ഥാൻ, നെതർലാൻഡ്സ് ടീമുകളെ തോൽപ്പിച്ചാണ് സൂര്യകുമാർ യാദവും സംഘവും എത്തുന്നത്. ലോകകപ്പിലെ ഏറ്റവും കടുത്ത ഗ്രൂപ്പിൽ നിന്ന് 1ാം സ്ഥാനക്കാരായാണ് ദക്ഷിണാഫ്രിക്ക സൂപ്പർ 8-ലെത്തിയത്.